ഗുരു എന്നും പറയും, ഏതാഗ്രഹവും സാധിക്കും. തീവ്രമായ ആഗ്രഹം ആർക്കുണ്ടോ അവനത് നേടുക തന്നെ ചെയ്യും. ഒരിക്കൽ ഒരു ശിഷ്യൻ ഈ ഗുരുവിനോട് ചോദിച്ചു, അങ്ങ് എപ്പോഴും പറയാറുണ്ടല്ലോ ഈ തീവ്രമായ ആഗ്രഹം ഉള്ളവർ അത് നേടുമെന്ന്. എന്താണ് സാധാ ആഗ്രഹവും തീവ്രമായ ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം? ഗുരു പറഞ്ഞു, ഞാൻ നിനക്കത് ഒരു ദിവസം മനസ്സിലാക്കി തരാം. അങ്ങനെ അന്ന് വൈകിട്ട് അവർ രണ്ടുപേരും കൂടെ കുളിക്കാനായി അരുവിലേക്ക് പോയി കുളിക്കുന്നതിനിടെ വെള്ളത്തിൽ മുങ്ങിയ ശിഷ്യനെ ഗുരു വെള്ളത്തിൽ അല്പനേരം അമർത്തിപ്പിടിച്ചു. അവന് ശ്വാസം മുട്ടി പിടഞ്ഞ് മരിക്കുമെന്നായപ്പോൾ ഗുരു പിടുത്തം വിട്ടു. അവൻ വെള്ളത്തിൽ നിന്ന് ഉയർന്ന് ശ്വാസം ആവോളം ഉള്ളിലേക്കെടുത്തു. അങ്ങനെ ആകെ പരിഭ്രമിച്ചു നിന്ന് ശാന്തമായി കഴിഞ്ഞ അവനോട് ഗുരു ചോദിച്ചു, നിന്നെ ഞാൻ വെള്ളത്തിൽ അമർത്തിപ്പിടിച്ചപ്പോൾ നീ എന്തിനെക്കുറിച്ചായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്? ശിഷ്യൻ പറഞ്ഞു, ആലോചിക്കാനോ? ഞാനൊരു ശ്വാസത്തിന് വേണ്ടി പിടയുകയായിരുന്നു. ഗുരു പറഞ്ഞു, ഇതാണ് തീവ്രമായി ആഗ്രഹം. നീ ഒന്നിനെക്കുറിച്ചും ആലോചിക്കാതെ നിനക്ക് ആവശ്യമുള്ളത് എന്താണോ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ, അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചു കൊണ്ടിരുന്നാൽ, അതിനെക്കുറിച്ച് മാത്രം മനസ്സിൽ നിറച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായും അത് നിന്നിലേക്ക് വരിക തന്നെ ചെയ്യും. അതിന് പറയുന്ന പേരാണ് തീവ്രമായ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, നമ്മളും പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവും, അതൊന്നും കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ടാവും. പക്ഷെ തീവ്രമായാണോ നാം ആഗ്രഹിക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.